എത്ര പ്രായമായാലും നല്ല ഭംഗിയുള്ള, ഐശ്വര്യമുള്ള, നല്ല സൂര്യകാന്തി പൂ പോലത്തെ മുഖം, നല്ല പാടുകളൊന്നുമില്ലാത്ത, ചുളിവുകളില്ലാത്ത ചർമ്മത്തിനും, നല്ല ഭംഗിയുള്ള നഖങ്ങൾക്കും, നല്ല ഇടതൂർന്ന കറുത്ത മുടിക്കും ഒക്കെ നമ്മൾക്ക് ആവശ്യമുള്ള 3 കൊളാജിൻ ബൂസ്റ്റിംഗ് ഫുഡാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾക്ക് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എപ്പോഴും ആൻറ്റി ഏജിങ്ങിനെ കുറിച്ചോ സ്കിൻ കെയറിനെ കുറിച്ചോ ഒക്കെ പറയുമ്പോൾ കേൾക്കുന്ന ഒരു വേർഡാണ് കൊളാജിൻ, മെറ്റാബോളിസം, അങ്ങനെ പല കാര്യങ്ങളും അല്ലേ. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് യുവത്വത്തിനെ നിലനിർത്താൻ പറ്റുക, നമ്മളുടെ സ്കിന്നിനെ ബ്രൈറ്റാക്കി കാണിക്കാൻ പറ്റുക, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരാതെ നോക്കാൻ പറ്റുക. ഇതൊക്കെയും കൊളാജിൻ്റെ പ്രവർത്തനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുറേ സപ്ലിമെൻറ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ. കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാനുള്ള സപ്ലിമെൻറ്റ്, അതൊക്കെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതിനേക്കാളൊക്കെ നല്ലത് നമ്മൾക്ക് നാച്ചുറലായിട്ട് നമ്മളുടെ വീട്ടിലല്ല, നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അതാകുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്താൻ പറ്റും. നമ്മൾ സൗത്ത് ഇന്ത്യൻസ് എക്സ്പെഷ്യലി ബ്ലെസ്ഡ് ആണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് കുക്കിംഗ് ഇൻഗ്രീഡിയൻസിൽ കൊളാജിൻ ഉണ്ട്. ഡെയിലി തന്നെ നമ്മൾ എടുക്കുന്ന കുറേ ഇൻഗ്രീഡിയൻസിൽ അല്ലെ കുറേ കിച്ചണിൽ ഉപയോഗിക്കുന്ന, നമ്മുടെ പാചകത്തിന് ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളിൽ കൊളാജിൻ ഉണ്ട്. നമ്മൾ അറിയാതെ തന്നെ അത് ഉപയോഗിക്കുന്നുമുണ്ട്. പക്ഷേ ആ കൊളാജിനെ നമ്മുടെ ശരീരത്തിലോട്ട് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ അതിൻ്റെ കൂടെ ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങളൂടെയുണ്ട്. അപ്പോൾ നമുക്കിന്ന് കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാനുള്ള, കൊളാജിൻ നമ്മളുടെ ശരീരത്തിലേക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടാനുള്ള 3 ഫുഡിനെ കുറിച്ച് മാത്രം പറയാം. അത് കഴിഞ്ഞ് വേറൊരു വീഡിയോയിൽ ബാക്കിയുള്ള ഫുഡിനെ കുറിച്ച് പറയാം. അങ്ങനെ കുറച്ച് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ഉണ്ടാക്കാനും ഉപയോഗിക്കാനും നിങ്ങൾക്കത് അവൈലബിൾ ആക്കി വെക്കാനും ഒക്കെ വളരെ ഈസി ആയിരിക്കും. ഇത് നമ്മുടെ കയ്യിൽ തന്നെ, നമ്മുടെ കിച്ചണിൽ തന്നെയുള്ള കുറേ കാര്യങ്ങളാണ് വെച്ചാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. കൊളാജിൻ ബൂസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താണ്? യൂത്ത്ഫുൾ ഗ്ലോ ആണ് നമ്മൾ കിട്ടുന്നത്. നമ്മളുടെ ഏജിനെ കുറച്ച് ബാക്കിലോട്ട് തള്ളി കാണിക്കുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കൊളാജിനാണ് നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ യൂത്ത്ഫുൾ ഗ്ലോയുടെ, സ്കിന്നിൻ്റെ ഗ്ലോയുടെ, അല്ലെങ്കിൽ മുട്ടുവേദനയുടെ, കൈകാൽ വേദനയുടെ, നമ്മളുടെ അസ്ഥിയുടെ ആരോഗ്യത്തിൻ്റെ ഒക്കെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് കൊളാജിൻ ആണ്. നമ്മുടെ ശരീരത്തിലുള്ള കൊളാജിൻ്റെ അളവിനനുസരിച്ചാണ് നമ്മൾ ഫേസിൽ തേക്കുന്ന ക്രീമുകളും ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഓയിലുകളും ഒക്കെ അബ്സോർവ് ചെയ്തെടുക്കുക. നമ്മളുടെ ഹെൽത്തൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ്, എസ്പെഷ്യലി ഇൻ ആൻറ്റി ഏജിങ്. നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും മട്ടൺ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്ന. പണ്ട് നിങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെയൊക്കെ അപ്പൂപ്പൻ്റെയൊക്കെ കാലം മുതലേ ഞാൻ കണ്ടിട്ടുണ്ട് മട്ടൺ സൂപ്പ് മൺകുടത്തിൽ അടുപ്പിൽ വെച്ച് എത്രയോ മണിക്കൂറുകളോളം വെച്ചുണ്ടാക്കുന്നത്. ഇതൊക്കെ നമ്മൾക്ക് വീട്ടിൽ തന്നെ നമ്മൾ മട്ടൺ കറി വെക്കുമ്പോൾ തന്നെ ഈസി ആയിട്ട് അതിൽ നിന്ന് കുറച്ച് ബോൺ പീസസ് എടുത്തിട്ട്, നമ്മളുടെ റിബ് പീസസ്, മുട്ടിൻ്റെ പീസസ്, എസ്പെഷ്യലി മുട്ടിൻ്റെ പീസസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഒരു ബ്രോത്ത്, ബോൺ ബ്രോത്ത് വളരെ നല്ലതാണ്. നമ്മളിന്ന് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് കൊളാജിൻ റിച്ച് ആയിട്ടുള്ള ബോൺ ബ്രോത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ ഫാറ്റ് ഒന്നും തന്നെ ഇടുന്നില്ല, ഓയിൽ ചേർക്കുന്നില്ല, ഒന്നും ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബോൺ ബ്രോത്താണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതിൻ്റെ കൂടെ ഗാർലിക് ചേർക്കുന്നുണ്ട്. ഗാർലിക് ചേർക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം, അല്ലെങ്കിൽ പെപ്പർ ചേർക്കുന്നുണ്ട്, നമ്മൾ ജീരകം ചേർക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെയുള്ള പ്രയോജനം, ഗാർലിക് എസ്പെഷ്യലി അതിൽ സൾഫർ ഉള്ളത് കൊണ്ട് നമ്മളുടെ ശരീരത്തിലേക്ക് ഈ ബോൺ ബ്രോത്തിലുള്ള കൊളാജിനെ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട്, അബ്സോർവ് ചെയ്ത് വലിച്ചെടുക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഗാർലിക് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഈ ബോൺ ബ്രോത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ അത് നല്ല ഒരുമാതിരി ജെല്ല് പോലെ ഇരിക്കുന്നുണ്ടായിരിക്കും. ആ ജെല്ലാണ് ശരിക്കും കൊളാജിൻ. ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ കുറച്ചും കൂടെ കൊളാജിൻ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഞാൻ പ്രിഫർ ചെയ്യുക ഇങ്ങനെ ചൂടായിട്ട് കഴിക്കുന്നതാണ്. നമ്മൾക്കിന്ന് ബോൺ ബ്രോത്ത്, കൊളാജിൻ ഫിൽഡ് ആയിട്ടുള്ള മട്ടൻ്റെ എല്ല് കൊണ്ടുള്ള ബോൺ ബ്രോത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് ചിക്കൻ്റെ എല്ല് കൊണ്ടും അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ എല്ല് കൊണ്ട് ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. എനിക്ക് ടേസ്റ്റ് കുറച്ചുകൂടി ഇഷ്ടം മട്ടൻ്റെ ബോൺ ആയതുകൊണ്ട് ഞാനത് ഓപ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഒരുപാടൊന്നും വാങ്ങിക്കേണ്ട. ഒരു 250 ഗ്രാം മട്ടൻ്റെ എല്ല് മാത്രം വാങ്ങിച്ചിട്ട് നമുക്ക് ബോൺ ബ്രോത്ത് ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് ബോൺ ബ്രോത്തിനെ കുറിച്ച് കണ്ടിട്ടും അറിഞ്ഞിട്ടും തിരിച്ചു വന്നിട്ട് ബാക്കി സംസാരിക്കാം. നമ്മൾ ഒരു 200 ഗ്രാം മട്ടൺ, എല്ലിന്റെ പീസ്, റിബ്, മുട്ടിന്റെ എല്ലൊക്കെ ചേർത്തിട്ടുള്ള ഒന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഗാർലിക്, പെപ്പർ ആൻഡ് ക്യൂമിൻ സീഡ്, ജീരകം, കുരുമുളക് പൊടി, വെളുത്തുള്ളി ഒക്കെ ചേർക്കുന്നുണ്ട്. ഇത് നമ്മളുടെ ശരീരത്തിലെ കൊളാജിൻ നിർമ്മാണത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന കൊളാജിനും അമിനോ ആസിഡുകളും ചർമ്മത്തിലെ ശരീരത്തിലെയും കണക്റ്റീവ് ടിഷ്യൂക്കളെ പിന്തുണയ്ക്കുന്നതാണ്. അതായത് നമ്മൾക്ക് യുവത്വം തരാനായിട്ട് സഹായിക്കുന്നതാണ്. നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുക്കറിലോട്ട് ഇട്ടിട്ട് ഒരു 1-1.5 ലിറ്റർ വെള്ളം ഒഴിക്കുക. ഞാൻ ഏകദേശം 1.5 ലിറ്റർ വെള്ളം ഒഴിച്ച് കുറച്ച് മാത്രം ഉപ്പ് ചേർത്തിട്ട്
കുക്കറിൽ വെച്ച് 2 വിസിൽ അടിച്ചു കഴിഞ്ഞ് ഒരു 2 മണിക്കൂറാണ് ഇതിനെ വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് ഞാൻ കടുക് വറക്കുകയോ നെയ്യ് ഒഴിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. വെളുത്ത എള്ളല്ലേ, കറുത്ത എള്ള് റോസ്റ്റഡ് ആണ്. അത് അടച്ചു വെച്ച് റോസ്റ്റ് ചെയ്യുന്നതാണ് സേഫ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് തുറന്നു വെച്ച് റോസ്റ്റ് ചെയ്തത്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത്. നമ്മൾക്ക് കൊഴുപ്പ് നീക്കം ചെയ്ത മട്ടൺ വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ കൊഴുപ്പ് നീക്കം ചെയ്ത മട്ടൺ ബ്രോത്ത് നല്ല പ്രോട്ടീൻ, ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒന്നാണ്. ഇത് നമ്മളുടെ മസിൽസിന് ബലം നൽകാനും, അതായത് മുഖത്തിന്റെയും ശരീരത്തിന്റെയും മസിൽസ് ഒക്കെ മാറി തൂങ്ങിപ്പോകാതിരിക്കാനും, നമ്മളുടെ ശരീരത്തിന്റെ കോശങ്ങളെ അല്ലെ നമ്മൾക്ക് റിജനുവേറ്റ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്. ആന്റി ഓക്സിഡന്റുകൾ നിറയെ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി, ജീരകം, കുരുമുളക് ഒക്കെ തന്നെ. ഇതിൽ ഒക്കെ തന്നെ ആന്റി ഓക്സിഡന്റുകൾ ഉള്ളത് കാരണം നമ്മുടെ ശരീരത്തിന്റെ സെൽസിനെ, കോശങ്ങളെ ഓക്സിഡേറ്റീവ് ആക്കാതെ, അതായത് മങ്ങിപ്പോകാതെ എപ്പോഴും നല്ല പ്രകാശമുള്ള, നല്ല ഊർജ്ജസ്വലതയോടെ നമ്മളുടെ പേശികളെ വെക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അത് യൂത്ത്ഫുൾ സ്കിൻ തരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. എല്ലുകളെയും സന്ധികളെയും ജോയിന്റ് പെയിൻ ഒന്നും വരാതെ നമ്മളെ ഒന്ന് സംരക്ഷിക്കാൻ ഇത് സഹായിക്കുന്നതാണ്. എല്ലുകളുടെ ബലത്തിന് നല്ലതാണ്. അതുപോലെ പ്രായം കൂടുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ജോയിന്റ് പെയിൻസ് ഒക്കെ മാറ്റാനായിട്ട് ഇത് ആഴ്ചയിൽ 1 പ്രാവശ്യം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനകത്തുള്ള എല്ലുകളൊക്കെ കടിച്ച് ചവച്ച് അതിന്റെ ജ്യൂസ് നമ്മൾ കഴിക്കണം. ഈ എള്ള് വറുത്തിടുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആണ്, ഭയങ്കര ആരോമയാണ്, നല്ലൊരു ഫ്ലേവർ ആണ്. ഈ എല്ലിനകത്തുള്ള മജ്ജയാണ് ഏറ്റവും കൂടുതൽ കൊളാജൻ ഉള്ള ഒന്ന്. ഇത് നന്നായിട്ട് കഴിക്കണം. ആഴ്ചയിൽ 1 പ്രാവശ്യം കഴിക്കാവുള്ളൂ. കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർ നിങ്ങളുടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം വേണം കഴിക്കാൻ. ഇതിനകത്തുള്ള ഈ മജ്ജ ജസ്റ്റ് ഒന്ന് സക്ക് ചെയ്യുമ്പോൾ തന്നെ വരും. വളരെ നല്ലതാണ്. ട്രൈ ചെയ്യും. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈസി ആയിട്ട് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പൊമോഗ്രാനൈറ്റ്, അതായത് മാതളം പഴം. നിങ്ങളുടെയൊക്കെ വീടുകളിൽ തന്നെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ്. ഇഷ്ടംപോലെ കായ് തരുന്ന ഒന്നാണ് മാതളം പഴമും നമ്മളുടെ യോഗട്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കൊളാജൻ ബൂസ്റ്റിനും നമ്മളുടെ മെറ്റാബോളിസം ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ യൂത്ത്ഫുൾ സ്കിന്നിനും നമ്മളുടെ യൂട്രസിൻ്റെ ഹെൽത്തിനും ഒക്കെ മാതളം പഴം വളരെ നല്ലതാണ്. യോഗട്ടിനകത്ത് പ്രോട്ടീൻ ഒരുപാടുണ്ട്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു യൂത്ത്ഫുൾ ഗ്ലോ സ്കിന്നിൽ എന്ന് പറയുന്നത് വളരെ മാജിക്കലായിട്ടുള്ള ഒരു ബ്രൈറ്റ് സ്കിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ മാതളം പഴത്തിൻ്റെ അകത്തൂടെ ഒരു ലെയർ പോയിട്ടുണ്ടായിരിക്കും ഈ മാതളം പഴത്തിൻ്റെ അറകളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. ആ ലെയർ വളരെ ഇമ്പോർട്ടൻ്റ്. അത് നിറച്ച് കൊളാജനും നിറച്ച് വിറ്റാമിൻസും ഒക്കെ അടങ്ങിയ ഒന്നാണ്. അതൊരിക്കലും കളയരുത്. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾക്കൊരു സൂപ്പർ ഫുഡ് ഉണ്ടാക്കുന്നത്, നമ്മളുടെ ആൻറ്റി ഏജിങ്ങിൽ നമ്മളുടെ യുവത്വം നിലനിർത്താനായിട്ട്, നമ്മളുടെ സൗന്ദര്യം സംരക്ഷിക്കാനായിട്ടുള്ള ആ ഒരു റെസിപ്പി എന്താണെന്ന് കണ്ടിട്ട് വരാം. ആരുടെയും പ്രിയപ്പെട്ട ലിസ്റ്റിൽ ഇല്ലാത്ത ഈ മാതള നാരങ്ങ നമ്മളുടെ സ്കിന്നിന് നാച്ചുറൽ ഗ്ലോ തരാൻ, നല്ല ഗ്ലോ തരാനായിട്ട്, അതായത് ഇമ്പ്യൂരിറ്റീസ് ഒന്നുമില്ലാതെ ഡാർക്ക് സ്പോട്ടിനെയൊക്കെ മാറ്റി നമ്മൾ നല്ല ഗ്ലോ തരാൻ സഹായിക്കുന്നതാണ്. ഇതിനകത്തുള്ള ഈ ലെയർ ഒരിക്കലും കളയരുത്. അതിൽ നിറച്ച് ആന്റി ഓക്സിഡൻസ് ആണ്. യോഗട്ടിനെ കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല പ്ലംപി ആയിട്ടുള്ള സ്കിന്നാണ് നമ്മൾക്ക് കിട്ടുക. ഏതു പ്രായക്കാർക്കും കൊളാജൻ നിർമ്മാണത്തെ നന്നായിട്ട് എൻകറേജ് ചെയ്യുന്ന, ഇൻക്രീസ് ചെയ്യുന്ന ഒന്നാണ് ഗ്രീക്ക് യോഗട്ട്. അതിൽ നിറയെ പ്രോട്ടീൻ ഉണ്ട്. ഈ അകത്തുള്ള ഈ ലെയർ ആണ് ഞാൻ പറയുന്നത് കളയരുതെന്ന്. അത് ആ മാതള നാരങ്ങയുടെയും യോഗട്ടിന്റെയും കൂടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഒന്നും തന്നെ തോന്നില്ല. വളരെ നല്ലതാണ്. നമ്മളുടെ സ്കിന്നിനും ആരോഗ്യത്തിനും ഗട്ട് ഹെൽത്തിനും വളരെ നല്ലതാണ്. അതുപോലെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണിത്. കോശങ്ങളെ ഓക്സിഡേറ്റീവ് അതെ മങ്ങിപ്പോകാതെ, അതായത് നമ്മളുടെ പ്രായമാകുമ്പോൾ വരണ്ടു പോകുന്ന, വലിഞ്ഞു പോകുന്ന, തൂങ്ങിപ്പോകുന്ന ചർമ്മം ഒക്കെ നല്ല റെജനുവേറ്റ് ചെയ്ത് യൂത്ത്ഫുൾ ആക്കി നിർത്താൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മളെ ഒന്ന് റിലീസ് ചെയ്ത് വിടാനും ഈ ഫുഡൊക്കെ വളരെ നല്ലതാണ്. ഏജ് ആകുമ്പോൾ ചർമ്മത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഇമ്പ്യൂരിറ്റീസിനെയും മാറ്റാനായിട്ടും ഈ മാതള നാരങ്ങയും യോഗട്ടും വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരിക്കലും ഫ്ലേവേർഡ് യോഗട്ട് യൂസ് ചെയ്യരുത്, അൺഫ്ലേവേർഡ് യോഗട്ട്. ഇനി യോഗട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കിയ തൈര് തന്നെ മതിയാവും. പാലിന്റെ ആണെങ്കിൽ പാടയൊക്കെ എടുത്തിട്ട് തൈര് ഉണ്ടാക്കിയാൽ ഈ ഒരു ഏജിൽ നമ്മൾക്ക് വളരെ നല്ലതാണ്. ഇത് നിങ്ങൾക്ക് ഒരു മിതമായ അളവിൽ ഡെയിലി കഴിക്കാവുന്നതാണ്. ഞാനിപ്പോ കാണിച്ചിരിക്കുന്ന അത്രയും ഒരു 100 ഗ്രാം ഉണ്ടാവും. അത്രയും നിങ്ങൾക്ക് ഡെയിലി കഴിക്കാവുന്നതാണ്. തൈരും മാതള നാരങ്ങയും കൂടെ മിക്സ് ചെയ്യുന്നതിൽ ഉപ്പ് അങ്ങനെയുള്ള ഒന്നും ചേർക്കാതിരിക്കുകയാണ് ഏറ്റവും സേഫ്. ഇനി നമ്മളുടെ മെൻ്റൽ സ്ട്രെസ്സിനെ കുറയ്ക്കുന്ന, നമ്മൾക്ക് നല്ല ഉറക്കം തരുന്ന, അല്ലെങ്കിൽ നമ്മളുടെ സ്കിന്ന് നല്ലതായിട്ട് ഗ്ലോ ചെയ്യുന്ന, യൂത്ത്ഫുൾ ഗ്ലോയിനെ നമ്മൾക്ക്
എപ്പോഴും നല്ല ഒരു ദീപം വെച്ച പോലെ ഫേസ് പ്രകാശമാക്കുന്ന ഒരു സൂപ്പർ ഫുഡാണ് നോക്കാൻ പോകുന്നത്. റോസ് പെറ്റൽസ്, അതായത് എഡിബിൾ റോസ് പെറ്റൽസ് വേണം. അതുപോലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന റോസ് ഫ്ലവർ ആകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. മാക്സിമം വീട്ടിൽ തന്നെയുള്ള റോസ് ഫ്ലവേഴ്സ് എടുത്ത് നിങ്ങൾ കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. ചിലപ്പോൾ നാട്ടിലൊക്കെ ഒരു 5 റോസ് ഫ്ലവറൊക്കെ കിട്ടാൻ എളുപ്പമായിരിക്കും. ആ റോസ് ഫ്ലവർ എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ അത് വെച്ചിട്ടാണ് ഇന്നൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. റോസ് ഫ്ലവറിൻ്റെ ടീ, റോസ് ഫ്ലവർ ഇതൊക്കെ മൈൻഡിനെ കാമാക്കാനും നമ്മൾക്ക് ആൻറ്റി ഓക്സിഡൻസ് നിറയെ ഉള്ളത് കാരണം, നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഫുഡിലും അതൊക്കെയുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് നിറയെ ഉള്ളത് കാരണം യൂത്ത്ഫുൾ ഗ്ലോ നമ്മൾക്ക് തരാനും ഒക്കെ സഹായിക്കുന്നതാണ്. കൊളാജിൻ്റെ പ്രവർത്തനം നമ്മൾക്ക് നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് ഉണ്ടാക്കാനും നമ്മൾക്ക് നല്ല ഒരു യുവത്വത്തിനെ നമ്മൾക്ക് 10 വയസ്സ് കുറച്ച് കാണിക്കാനും കാണിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് ഹണി. നാച്ചുറൽ ഹണി ആയിരിക്കണം. നിങ്ങൾക്ക് ഉറപ്പുവരുത്തുക നിങ്ങൾ ഉപയോഗിക്കുന്ന ഹണിയിൽ ഷുഗറോ അല്ലെങ്കിൽ ജാഗരിയോ ഒന്നും തന്നെ കലർന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഹണി കോമ്പ് ചെയ്യാവുന്നതാണ് നിറയെ പേർക്കും. ആ ഹണിയും പിന്നെ നമ്മൾ അതിലേക്ക് ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് അബ്സോർവ് ചെയ്ത് കിട്ടാനായിട്ട് ഒരു ഏജൻറ്റിനെയാണ് നമ്മൾ ചേർക്കുന്നത്. ലൈം, എലുമിച്ചമ്പഴം, നാരങ്ങ. ഇത് ഈ നാരങ്ങ ചേർക്കുന്നത് കൊണ്ട് നമ്മൾക്കുള്ള ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഈ റോസ് ഫ്ലവറിലും ഹണിയിലും ഈ വൈറ്റമിൻ സി നമ്മളെ ഏറ്റവും കൂടുതൽ അതിനകത്തുള്ള എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുത്ത് നമ്മൾക്ക് അതിൻ്റെ ഗുണം തരാനും നമ്മളുടെ മുഖത്തിന് നല്ല കാന്തി ഉണ്ടാകാനും പ്രസരിപ്പ് ഉണ്ടാകാനും സഹായിക്കുന്നതാണ്. നമ്മൾക്ക് എങ്ങനെയാണ് റോസ് ഫ്ലവറിൻ്റെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. പഴയ കാലം മുതലേ ആയുർവേദ ട്രഡീഷനിലുള്ള ഒരു റെസിപ്പിയാണ് ഗുൽക്കണ്ട് എന്ന് പറയുന്നത്. നിറയെ പേർക്കും ഗുൽക്കണ്ടിനെ ഒരു സ്വീറ്റ് ഏജന്റ് ആയിട്ടാണ് അറിയാവുന്നത്. പക്ഷെ ഗുൽക്കണ്ട് നമ്മൾക്ക് നല്ല ഒരു കൂളിംഗ് തരുന്നതാണ് വയറ്റിലേക്ക്. എപ്പോഴും ഓർക്കുക, നമ്മളുടെ വീട്ടിലുണ്ടായ റോസ് ഫ്ലവറോ ഇല്ലെങ്കിൽ എഡിബിൾ റോസ്, കഴിക്കാൻ പറ്റുന്ന റോസ് ഫ്ലവർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വേണം എടുക്കാൻ. നമ്മളുടെ വീട്ടിൽ ഉണ്ടായത് തന്നെ ആണെങ്കിൽ തന്നെ അതിൽ പ്രാണികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നന്നായിട്ട് നോക്കിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ലൂക്ക് വാം വാട്ടറിൽ ഇട്ടിട്ട് കുറച്ചു നേരം ഒരു 20 മിനിറ്റ്സ് അതിനെ അതിനകത്ത് തന്നെ റെസ്റ്റ് ചെയ്യാൻ വിടുക. അത് കഴിഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇതുപോലെ നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇടുമ്പോൾ അതിനകത്ത് പ്രാണികൾ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. കഴുകി തന്നെ എടുക്കണം. ശരീരം ചൂടാകുന്ന തടയാനും നമ്മളുടെ ഗട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനും നമ്മൾക്ക് എന്തെങ്കിലും ബേണിംഗ് സെൻസേഷൻ ഉണ്ട് യൂറിൻ പോകുന്ന ടൈമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ കുറയ്ക്കാനും വളരെ നല്ലതാണ്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ മാറ്റി ഒന്ന് ഫാനിന്റെ കീഴെ വെച്ച് ഒന്ന് ആറ്റി എടുക്കണം. നിറയെ ആന്റി ഓക്സിഡന്റുകൾ നിറഞ്ഞ ഒന്നാണിത്. നാച്ചുറലി റോസ് പെറ്റൽസിൽ നിറയെ ആന്റി ഓക്സിഡന്റുകൾ നിറഞ്ഞ ഒന്നാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് യൂത്ത്ഫുൾ ഗ്ലോ തരാനും റെജുനുവേറ്റ് ചെയ്യാനും നമ്മൾക്ക് ഏജ് ആകാതെ നമ്മളുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. നമ്മളുടെ സ്കിന്നിന്റെ ഹെൽത്തിന് അത്രയ്ക്കും നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് റോസ് പെറ്റൽ, ഹണി ആൻഡ് ലെമൺ ജ്യൂസിൽ നിറയെ വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ ഗുണങ്ങളും നമ്മളുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർവ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണിത്. അതുപോലെ തന്നെ നമ്മൾക്ക് സ്ട്രെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിറയെ സ്ട്രെസ് ഒക്കെ ഉള്ളവർക്ക് ഒരു സ്ട്രെസ് റിലീഫ് തരാനായിട്ട് മൈൻഡിനെ കൂളാക്കി കാമാക്കി നിർത്താൻ സഹായിക്കുന്ന ഒന്നാണിത്. നമ്മളുടെ ദഹന പ്രക്രിയയെ കൂടുതൽ ത്വരിതമാക്കി അല്ലെങ്കിൽ വേഗത്തിലാക്കി നമ്മൾക്ക് നല്ല ഗട്ട് ഹെൽത്ത് എന്നതുകൊണ്ട് ഈ തേനും റോസ് ഫ്ലവറും ഈ നാരങ്ങാ നീരും കൂടെ ചേരുമ്പോൾ നമ്മൾക്ക് അത്രയ്ക്കും ഒരു സൂത്തിങ് സ്റ്റൊമക്ക് തരുമ്പോൾ നമ്മളുടെ സ്റ്റൊമക്കിൽ നിന്നാണ് ഫുള്ള് നമ്മളുടെ സ്കിന്നിന്റെ ആരോഗ്യവും മുടിയുടെ ആരോഗ്യവും ഒക്കെ വരുന്നത്. അതുപോലൊരു ജ്വലിക്കുന്ന സ്കിന്നും ഒരു പാടുകളൊന്നും ഇല്ലാത്ത അല്ലെ ചുളിവുകളൊന്നും വീഴാത്ത സ്കിൻ കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. ഈ റോസ് പെറ്റലിനെ ഒരു ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നർ, ഗ്ലാസ് തന്നെ എടുക്കുക, അതായിരിക്കും നല്ലത്. അതിലേക്ക് ഇട്ടിട്ട് അത് മൂടുന്ന നെകക്കെ ഹണി ഒഴിക്കണം. ഹോം മെയ്ഡ് ഹണിയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾ അതാണ് ഉപയോഗിക്കുന്നതെന്ന്. അതിലേക്ക് ഞാൻ ഒഴിച്ചിരിക്കുന്ന ഒരു ലെമണിന്റെ ജ്യൂസ് ആണ്. അതും കൂടെ എടുത്ത് മിക്സ് ചെയ്ത് 2-3 ദിവസം നിങ്ങൾക്ക് ഫ്രിഡ്ജിനകത്ത് തന്നെ വെക്കാം. പുറത്ത് വെച്ചാലും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പുറത്ത് തന്നെ വെക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലവേർഡ് ഒരു എന്താ പറയണ്ട ഒരു റെസിപ്പിയാണിത്.
വളരെ നല്ലതാണ്. ഇതിന്റെ ടീ നമ്മൾക്ക് ഉണ്ടാക്കി കുടിക്കാം. ഇത് അങ്ങനെ വേണേലും കഴിക്കാം, അല്ലെ ഇതിന്റെ ടീ ആയിട്ട് ഉണ്ടാക്കാം. ഇതിൽ നിന്നൊരു 2 സ്പൂൺ എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾക്ക് അതിലേക്ക് തിളച്ച വെള്ളമല്ല, ഒരു 70 ഡിഗ്രി സെൽഷ്യസിലൊക്കെയുള്ള വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കുടിച്ചു നോക്കൂ. എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിച്ചാൽ അത്രയും നല്ലതാണ്. നിങ്ങൾ ആ ദിവസം മൊത്തവും എനർജറ്റിക് ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ ഇത് വെള്ളം ഒഴിച്ച് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഒരു 3 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് അതിന്റെ എല്ലാ വിറ്റമിൻസും ആ ഹണിയിലേക്ക് ഊറി ഉണ്ടായിരിക്കും. ആ റോസ് ഫ്ലവർ ആണെങ്കിലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. റോസ് ഇതളുകൾ, നല്ല ശുദ്ധമായ തേൻ, നാരങ്ങാനീര്, ഇത് 3ഉം കൂടെ ചേർത്ത നാച്ചുറൽ റെസിപ്പി നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവിക കൊളാജിൻ നിർമ്മാണത്തെ പിന്തുണയ്ക്കുകയും ചർമ്മത്തിന് ആരോഗ്യകരമായ തിളക്കവും ദഹനശക്തിയും നൽകുകയും നമ്മൾക്ക് നല്ല ഗ്ലോയിങ് സ്കിൻ കിട്ടുകയും യൂത്ത്ഫുൾ ആക്കി നമ്മളെ എത്ര വയസ്സിലും വയ്ക്കുന്നതുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 3 റെസിപ്പി കണ്ടിട്ടുണ്ട്. ഇത് 3ഉം വളരെ നല്ലതാണ്. ഈ 3നകത്തും കൂടെ ഓൾമോസ്റ്റ് ഒരു 6-7-8 ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. ബോൺ ബ്രോത്ത് ഒക്കെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേറെ ഹെൽത്ത് പ്രോബ്ലം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ട് അല്ലെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ കഴിക്കാമോ എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടറുമായിട്ട്, നിങ്ങളുടെ പ്രൈമറി ഡോക്ടറുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അല്ലാത്ത പക്ഷത്തിൽ ഇതൊക്കെ വളരെ നല്ല ഒരു ഫുഡാണ് നോർമലായിട്ടുള്ള ഹെൽത്ത് ഉള്ളവർക്ക്. അതുപോലെ ഹണി, ഷുഗർ ഉള്ളവർക്ക് ഹണി വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്തിട്ട് വൈറ്റമിൻ സി, അതായത് നാരങ്ങയുടെ നീരും റോസ് ഫ്ലവറും കൂടെ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെറുതെ കുടിക്കുന്നതും നല്ലതാണ്. സ്ട്രെസ് റിലീഫിന് ഒരുപാട് നല്ലതാണ് റോസ് ടീ. ഒരുപാട് നല്ലതാണ്. നിങ്ങൾക്ക് ഫേസിൽ നല്ല ഗ്ലോ തരാനും രക്തയോട്ടം വരാനും ഒക്കെ വളരെ നല്ലതാണ്. നമ്മൾ കുറേ ക്രീം ഫേസിൽ തേക്കുന്നത് കൊണ്ടും മോയ്സ്ചറൈസർ തേച്ചത് കൊണ്ടും ഒക്കെയുള്ള പ്രയോജനം നമ്മൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരം അത് എടുക്കാനുള്ള, അത് അബ്സോർബ് ചെയ്ത് അതിൻ്റെ ഒരു പ്രയോജനം കാണിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബോഡിക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് മോയ്സ്ചറൈസർ ചിലതൊക്കെ തേക്കുമ്പോൾ ചിലർക്കൊക്കെ നല്ല പ്രയോജനം കിട്ടും, ചിലർക്ക് അത്രയും പ്രയോജനം കിട്ടത്തില്ല. റിസൾട്ട് ഡിഫറൻ്റ് ആയിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾക്ക് സ്കിൻ കെയർ വെളിയിൽ നിന്നും മാത്രമല്ല അകത്തു നിന്നും കൂടെ ചെയ്താൽ മാത്രമേ ഇതൊക്കെ കിട്ടത്തുള്ളൂ. ഇതൊക്കെ നമ്മുടെ അടുക്കളയിൽ പണ്ട് മുതലേ നമ്മുടെ ആൾക്കാർ ഉപയോഗിച്ച് വന്നിരുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ നമ്മളത് അന്ന് അവർക്കത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും എക്സ്പീരിയൻസ് കൊണ്ടും ഒബ്സർവേഷൻ കൊണ്ടും പ്രകൃതിയെ അറിഞ്ഞ് ജീവിച്ചത് കൊണ്ടും അതൊക്കെ അവർ മനസ്സിലാക്കി ജീവിച്ചത് കൊണ്ടാണ് അന്നത്തെ ആൾക്കാർക്കൊക്കെ അത്രയ്ക്കൊരു ശക്തിയും ബലമും. പണ്ടുള്ള ആൾക്കാർ ഐശ്വര്യമൊന്നും നമ്മൾക്കിന്നില്ല. നമ്മൾ കൊറിയൻ സ്കിൻ കെയർ എന്ന് പറഞ്ഞു പോകുന്നു, ഗ്ലാസ് സ്കിൻ എന്ന് പറഞ്ഞു പോകുന്നു. അങ്ങനെയൊക്കെ നമ്മൾ പോകുമ്പോഴും ഒരു രക്തപ്രസാദമുള്ള ഐശ്വര്യമുള്ള ഒരു ഫേസാണ് സൗന്ദര്യം ശരിക്കും. അല്ലാതെ കുറേ ഫെയർ ആയിട്ടിരിക്കുന്നതോ കുറേ വെളുത്തിരിക്കുന്നതോ ഗ്ലാസ് സ്കിൻ വരുന്നതോ ഒന്നും തന്നെയല്ല സൗന്ദര്യം എന്ന് പറയുന്നത്. ഐശ്വര്യത്തോടെ നല്ല ഭംഗിയോടെ ഇരിക്കുക എന്നുള്ളതാണ്, ആരോഗ്യത്തോടെയും ഇരിക്കുക എന്നുള്ളതാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. കുറേ സൗന്ദര്യം ഉണ്ടായിട്ട് ആരോഗ്യം കളയരുത്. അതിനുവേണ്ടി ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊന്നും പോകാതിരിക്കുക. മാക്സിമം നിങ്ങൾ പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിയെ അറിഞ്ഞ് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രകൃതി പോലെ മനോഹരമായിട്ട് നിങ്ങളും ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ കാണുന്നുള്ള വിശ്വാസത്തോടെ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണണം. ടേക്ക് കെയർ.